ഒരു ഖത്തീബ് എക്സോർവായി ഖുത്തുബക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. പള്ളിയിൽ ഇരുന്നിട്ട് അവസാനഘട്ട ഒരുക്കാണ്. അറിയാലോ, ഒരു ഖുത്തുബ എന്നുള്ളത് ഒരുപാട് പിന്നെ പ്രസവവേദന സഹിച്ചിട്ടുണ്ടാണ് ഒന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അത്രയും പ്രതീക്ഷിച്ച് വരണേ, ഇഷ്ടമല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറ്റാത്ത ഒന്നാണല്ലോ. ഒരു സമ്മേളനത്തിലെ പ്രസംഗം അങ്ങനെയല്ല, ഓൽക്ക് നമ്മളതില്ലെങ്കിലും വേറെ ആളതുണ്ട്. അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേണമെങ്കിലും ഒഴിവായി പോകാം. ഖുത്തുബ പറയണതല്ല. അപ്പോൾ ഈ ഖുത്തുബൻ്റെ അവസാന പ്രിപ്പറേഷൻ്റെ സമയത്ത് ഒരാൾ കയറി വരികയാണ്. ഞാൻ അറിയുന്ന ആളാണ്. സലാമൊക്കെ പറഞ്ഞു, പിന്നെ എൻ്റെ അവസ്ഥ വളരെ വിഷമത്തിലാണ്. ചുരുക്കി പറയാം, വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര സംഭവമാണ്. പക്ഷേ ഞാൻ ഇന്ന് ബെഡ്റൂമിൽ ചെല്ലുമ്പോഴും എൻ്റെ ഭാര്യ കരഞ്ഞിരിക്കലാണ്. അവളെ കണ്ണീര് തുടച്ച് ഞാൻ വേറെ വിഷമിച്ചു. അവളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഉമ്മാൻ്റെ സംസാരങ്ങളാണ്. അവളെത്ര ജോലി ചെയ്ത ആവശ്യമായാലും ഉമ്മാക്ക് തൃപ്തിയാകില്ല. പിന്നെയും ഞാനൊരു ദിവസം വീട്ടിലുള്ളന്ന് എൻ്റെ അടുത്ത് ഇരിക്കാനോ എൻ്റെ അടുത്ത് സംസാരിക്കാനോ പറ്റൂല. ഭയങ്കര പ്രശ്നമാണ്. അവളുടെ വീട്ടിലൊരു ജോലിയും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ വീടും അവളുടെ വീടും വളരെ സമ്പന്നമാണ്. എനിക്ക് 3-4 ഒക്കെ പണിക്കാരെ വെക്കാം, ഉമ്മാക്കത് പറ്റൂല. അവളെന്നെ ഉണ്ടാക്കണം, എന്നെ ഉണ്ടാക്കണം. അപ്പോൾ ശരിക്കും വിഷമത്തിലാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ എൻ്റെ അമ്മ പള്ളിയിലൊന്നും വരുന്ന ഒരാളല്ല, പക്ഷെ ഇന്ന് പള്ളിയിൽ വന്നിട്ടുണ്ട്. ഞങ്ങളതൊരു ഡോക്ടറെ കാണിച്ച് പോണ വഴിക്ക് ഒരു ട്രാപ്പ് പോലെ ചെയ്തതാണ്. ഇപ്പോൾ പോയാൽ എനിക്ക് ജുമാ കിട്ടൂല എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഉമ്മ ഇവിടെ കയറിയത്. പള്ളിയിൽ കയറുന്ന രീതി രൂപമൊന്നും ഉമ്മക്കറിയില്ല എന്നൊക്കെ വിശദമായി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സഹായിക്കണം. അപ്പോൾ ഇയാൾ അന്നത്തെ വിഷയമൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷേ രണ്ടാമത്തെ ഖുത്തുബ ഒരു വിഷയം മാറ്റി. ഒറ്റ ചോദ്യം ചോദിച്ചു ഖുത്തുബയിൽ. വിഷയം പറഞ്ഞു വന്നിട്ട്, നിങ്ങളുടെ മോനെ ചെറിയ കുട്ടിയായപ്പോൾ മുറ്റത്ത് കൂടെ ഓടി കളിച്ചപ്പോൾ അവൻ്റെ കളിച്ചിരി കണ്ടപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായൊരു സന്തോഷമല്ലേ? അവൻ ആദ്യമായിട്ട് ഉമ്മാന്ന് വിളിച്ചപ്പോൾ ഉണ്ടായൊരു സന്തോഷമല്ലേ? അതേപോലത്തെ സന്തോഷമാണ് മോനും മരുമോളും അവരുടെ റൂമിൽ നിന്ന് പൊട്ടിച്ചിരിക്കുമ്പോൾ, അവർ വണ്ടിയിൽ പോകുമ്പോൾ, യാത്ര പോകുമ്പോഴൊക്കെ ഉണ്ടാകേണ്ടത്. ശരിക്കും ഈ മക്കൾ വീട്ടിലുള്ള ദിവസം, എല്ലാ ദിവസവും വീട്ടിലില്ലാത്ത മക്കൾ വീട്ടിലുള്ള ദിവസം, അല്ലെങ്കിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ രാവിലെ അവളിങ്ങനെ അടുക്കളയിൽ അപ്പം പാർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ വാക്കിനെയാണ് ഖത്തീബ് ഉപയോഗിച്ചത്, ആ അപ്പത്തിൻ്റെ കയ്യിലിങ്ങോട്ട് വാങ്ങിയിട്ട് ഉമ്മാൻ്റെ കുട്ടി ചെല്ല്, ഓനൊരു ദിവസമല്ലേ, ആകെ അവിടെ ഒരു ശനിയാഴ്ച ഉണ്ടാവില്ല, നീ ചെല്ല്, നിങ്ങൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നോളി എന്ന് പറയണ ഉയരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വളരണം. കാരണം നമ്മളെ മക്കൾ ഓടുകയാണ്. അവർ രാത്രി വൈകി വരുന്നു, രാവിലെ എണീറ്റ് പോകുന്നു. അവർ ഭാര്യ ഭർത്താക്കന്മാരെന്നുള്ള നിലക്ക് അവർക്ക് സംസാരിക്കാൻ ഉണ്ടാകും, അവരുടേതായ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇടപെടുന്ന ഒരു ഉമ്മയാവുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല, കൂട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് നിന്നുള്ള കുത്തുവാക്കുകളുണ്ട്. അപ്പോഴൊക്കെ കുറേ മിണ്ടാത്ത കുട്ടികളുണ്ടാകും, അടുക്കളയിലൊന്നും മിണ്ടാതെ ഇങ്ങനെ ജോലി ചെയ്യണേ. അവർ കണ്ണു തുടക്കുന്നുണ്ടാകും, അവർ കരയുന്നുണ്ടാകും, റൂമിൽ ചെന്നാൽ അവർ മുഖം പൊത്തി കരയുന്നുണ്ടാകും, ടോയ്ലറ്റ് കയറി പൊട്ടി കരയുന്നുണ്ടാകും. ഒരുപാട് വീടുകൾ അങ്ങനെ ഉണ്ട്. വലിയ വിശാലതയുള്ള പല വീടുകളും ഏറെ ഇടുങ്ങിയതാണ് എന്നൊക്കെ ഇങ്ങനെ ഈ ഖുത്തുബി പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഖുത്തുബ കഴിഞ്ഞതിൻ്റെ ശേഷം ആ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരു വയസ്സായ ഉമ്മ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഖത്തീബിനെ. ചെന്ന് നോക്കിയപ്പോൾ ഖത്തീബ് കാണുന്നത് ഒരു സ്ത്രീനെയാണ്. മൗലവി, ഞാൻ ആദ്യമായിട്ട് പള്ളിയിൽ വരുന്ന ഒരാളാണ്. പിന്നെ നിങ്ങളാ പറഞ്ഞതൊക്കെ എൻ്റെ വീട്ടിലുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മരുവളോട് മാപ്പ് വയ്ക്കണോ? എന്താ വേണ്ടത്? അവൾ കരയിലുണ്ടാവും. അവൾ കരയിലുണ്ട് മൗലവി, എനിക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ സ്ത്രീ ഇങ്ങനെ കരയാണ്, ഭയങ്കര വിങ്ങിപ്പൊട്ടി. അപ്പോൾ നല്ല പ്രായമുള്ള ഒരാളാണ്. ഈ ഖത്തീബ് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ മാപ്പൊന്നും ചോദിക്കണ്ട, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളൊന്നുകൊണ്ട് ഉഷാറാക്കിയാൽ മതി, അത്രേ ഉള്ളൂ, അത് ഉറപ്പാണ് മൗലവി.